ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി ഇവിടെ കുതിർത്തി എടുത്തിട്ടുണ്ട്. 7 മണിക്കൂറോളം കുതിർത്തി എടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അരിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ അരിയും ഇതിലോട്ട് തന്നെ ഇട്ട് ഒന്നിച്ച് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ നിറച്ചെടുക്കാം. ഞാനിതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിരിക്കണം കേട്ടോ ബാറ്റർ. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് 1 കപ്പ് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ, എന്നാലിത് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 1 ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാ ചെയ്യുക അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്യാപ്സിക്കം ചിലപ്പോൾ എല്ലാവരും കയ്യിൽ ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല, അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തക്കാളി കട്ട് ചെയ്തതാണ്. തക്കാളി എന്തായാലും ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ഇനി ഒരു തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെന്നുവെച്ചെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര മടിയുള്ള കുട്ടികളാണ് പച്ചക്കറി കഴിക്കാൻ, പക്ഷേ ഇങ്ങനെ തയ്യാറാക്കിയാൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്തെടുത്തുകൊണ്ട് ഇനി ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അപ്പം തയ്യാറാക്കാനുള്ള ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അത് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഓരോ കയ്യിലായിട്ട് ബാറ്റർ ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചെടുത്തതാണ്. ഇനി നമ്മളിത് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ അത് ചുട്ടെടുക്കാൻ.
ഒരു 3 മിനിറ്റ് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റാം. അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ അത്. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.